ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് മാസ്കിൻ്റെ പോലും ആവശ്യമില്ല. അത്രയും സ്മെല്ലോ പ്രശ്നങ്ങളോ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത് കാണുമ്പോൾ നമുക്കൊരു ഈ നമ്മുടെ കൊപ്രയൊക്കെ ആട്ടിയെടുക്കുന്ന ആ ഒരു ഇതുപോലെ കാണാം. അത് തന്നെ സെയിം മെത്തേഡ് തന്നെ പ്രസ് ചെയ്ത് മാക്സിമം ഞെക്കി പിഴിഞ്ഞെടുക്കുക എന്ന് പറയും. F0 എന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്തിന് അടുത്തായിട്ട് എടയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. MPIയുടെ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ. നല്ല ഭംഗിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങളൊക്കെ വലിയ രീതിയിലായിരുന്നു ആ ഒരു വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ നിർത്തുന്ന സമയത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കമ്പനിയിൽ തന്നെ ഒരു റെൻഡറിങ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അതായത് ഇവിടെ ചെയ്തെടുക്കുന്ന ബാക്കി വരുന്ന എല്ലിൻ്റെ ഒക്കെ ബാക്കി വരുന്ന വേസ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ റെൻഡർ ചെയ്തിട്ട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു എക്സ്ട്രാ ചേരുവ ഒന്നും ചേർക്കാത്ത രീതിയിലുള്ള എല്ല് പൊടി ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു റെൻഡറിങ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്ന വിശേഷം നമ്മൾ കാണാൻ പോകുന്നത്. നേരെ കമ്പനിക്കകത്തേക്ക്. ഇതാണ് MBAയുടെ റെൻഡറിങ് പ്ലാന്റ്. MBAയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 0% വേസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഇറച്ചി ഉൽപ്പന്നങ്ങളും അല്ലാതെ വരുന്ന മറ്റുള്ള, അതായത് തോല്, ഇതിൻ്റെ എല്ല്, സോഫ്റ്റ് ടിഷ്യൂസ്, ഇതെല്ലാം മറ്റുള്ള ഉപോൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റാണ് റെൻഡറിങ് പ്ലാന്റ്. ഈ റെൻഡറിങ് പ്ലാന്റിൽ നമ്മുടെ ഇറച്ചിയുടെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ബോൺസ്, സോഫ്റ്റ് ടിഷ്യൂസ്, അതുപോലെ തന്നെ മറ്റ് റിജക്റ്റഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെ കാർക്കസ്, ഇതെല്ലാം നമ്മളിവിടെ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് എല്ലുപൊടിയും ആനിമൽ ഫാറ്റുമായിട്ട്, ആനിമൽ ടാലോ അല്ല ഇന്നെഡിബിൾ ടാലോ എന്ന് പറയും, ടാലോയുമായിട്ട് വേർതിരിച്ചെടുക്കുന്ന പ്ലാന്റാണ് റെൻഡറിങ് പ്ലാന്റ്. ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് രീതിയാണ് എനിക്ക് കാണാനുള്ളത്. നമുക്ക് അതിലേക്ക് കടക്കാം. തീർച്ചയായും. ഈ കാണുന്നതാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ്. അതായത് ഇറച്ചി ഉൽപ്പന്നങ്ങളുമാക്കി മാറ്റിയതിന് ശേഷം വരുന്ന എല്ലും മറ്റ് സോഫ്റ്റ് ടിഷ്യൂസും ഈ പ്ലാന്റിൽ ലോഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ലോഡിംഗ് കൺവെയർ ആണ്. ഈ ലോഡിംഗ് കൺവെയറിൽ 60% എല്ലും 40% മറ്റ് സോഫ്റ്റ് ടിഷ്യൂസും ചേർന്നിട്ടുള്ള അനുപാതത്തിൽ ലോഡ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇത് ഈ കൺവെയർ വഴി മുകളിലേക്ക് പോയതിനു ശേഷം ഈ കാണുന്ന റോ മെറ്റീരിയൽ ബിന്ന്, ഈ വലുതായിട്ട് കാണുന്ന റോ മെറ്റീരിയൽ ബിന്നാണ്. ഈ റോ മെറ്റീരിയൽ ബിന്നിൽ ശേഖരിക്കുന്നു. ഇതിനുശേഷം ഇവിടെ നിന്ന് കൺട്രോൾഡായി ഇതിൻ്റെ വേണ്ട ഒരു സ്പീഡിൽ, അനുപാതത്തിലും ഈ റോ മെറ്റീരിയൽ ബിന്നിലെ കൺവെയർ ഉപയോഗിച്ച് അടുത്ത സെക്ഷനിലേക്ക് ലോഡ് ചെയ്യുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നത് ഒരു ഹാമർ മില്ലാണ്. ആദ്യം നമ്മൾ ലോഡ് ചെയ്ത എല്ലും ഇറച്ചിയുടെ മൃദുകോശങ്ങളും ഈ സെക്ഷനിൽ ഒരു 60 bhp ഉള്ള മോട്ടോർ ഉപയോഗിച്ച് ചെറിയ പീസാക്കി മാറ്റുന്നു. ഇത് വീണ്ടും ഇവിടെ നിന്ന് ഒരു കൺട്രോൾഡ് കൺവെയർ വഴി സർജ് ബിന്നിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഈ ചെറിയ പീസ് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ കുക്കറിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്നു. സാധാരണഗതിയിൽ രണ്ട് രീതിയിലുള്ള കുക്കറുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് ബാച്ച് കുക്കർ, ഒന്ന് കണ്ടിന്യൂസ് കുക്കർ. ബാച്ച് കുക്കർ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി 1, 2, 5 ടൺ ആകാം ഒരു കുക്കറിലേക്ക് ഒരുമിച്ച് ലോഡ് ചെയ്യുന്നു. കുക്ക് ചെയ്തതിന് ശേഷം ഒരുമിച്ച് ഇതിൻ്റെ ഉൽപ്പന്നം പുറത്തേക്ക് എടുക്കുന്നു. അതാണ് ഒരു മെത്തേഡ്. നമുക്ക് MBAയിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടിന്യൂസ് കുക്കറാണ്. ഇത് 12 മെട്രിക് ടൺ രാവിലെ മുതൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോഡ് ചെയ്യാം. ഇത് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഇറ്റാലിയൻ ടെക്നോളജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സർജ് ബിന്നിൽ നിന്നും ചെറിയ പീസ് ഇതിൻ്റെ കുക്കറിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ ഏകദേശം 110 മുതൽ 120 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറാണ് ഇതിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. 10 ബാർ പ്രഷറിൽ ഏകദേശം അരമണിക്കൂർ കൊണ്ട് നമുക്ക് ലോഡ് ചെയ്ത മെറ്റീരിയൽസ് ഇതിനുള്ളിൽ നിന്നും കുക്കായി പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ കുക്കറിന് ഉള്ളിലുള്ള ഷാഫ്റ്റിലൂടെയാണ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റീം നമ്മൾ ലഭ്യമാക്കുന്നത്. ഡ്രൈ റെൻഡറിങ് മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ 2 തരം റെൻഡറിങ് മെത്തേഡ് ഉണ്ട്. ഒന്ന് വെറ്റ് റെൻഡറിങ്, ഒന്ന് ഡ്രൈ റെൻഡറിങ്. വെറ്റ് റെൻഡറിങ്ങിൽ നീരാവി നേരിട്ട്, ഇതിൻ്റെ സ്റ്റീം നേരിട്ട് കുക്ക് ചെയ്യേണ്ട മെറ്റീരിയലിനുള്ളിലേക്ക്, കുക്കറിനുള്ളിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് ഡ്രൈ റെൻഡറിങ്ങിൽ ഷാഫ്റ്റിനുള്ളിലൂടെയാണ് ഈ നീരാവി കടത്തിവിടുന്നതും ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതും. നീരാവി നേരിട്ട് ഈ മെറ്റീരിയലിൽ പ്രവർത്തിക്കുന്നില്ല. ഈ സമയം ഈ വാട്ടർ കണ്ടന്റ് ഇതിനുള്ളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക് ബാക്കിയായിട്ടുള്ളത് ഇതിൻ്റെ സോളിഡ് ആയിട്ടുള്ള മിനറൽസും ഫാറ്റും മാത്രമായിരിക്കും. ഈ ടിഷ്യൂസിനുള്ളിൽ നിന്നുള്ള ഏകദേശം 5% താഴെ ഉള്ള വാട്ടർ കണ്ടന്റ്, മോയ്സ്ചർ കണ്ടന്റ് മാത്രമേ ഇതിനുള്ളിൽ പിന്നീട് ബാക്കി ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളത് ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് പോയിരിക്കും. ഇതിനുശേഷം പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് ഈ ഒരു കൺവെയറിലൂടെ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ളിലൊരു സ്ക്രൂ കൺവെയർ ആണുള്ളത്. ഈ സ്ക്രൂ കൺവെയർ വഴി ഈ ഉൽപ്പന്നം മുമ്പോട്ട് പോകുമ്പോൾ ഇതിനുള്ളിലുള്ള ഫാറ്റ് കണ്ടന്റ് ഇതിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന അരിപ്പ വഴി അരിച്ച് താഴേക്ക് ചാടുകയും ഈ ഒരു ബിന്നിൽ നമ്മൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതിനുശേഷം ഇത് വീണ്ടും മുമ്പോട്ട് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രൂ പ്രസ്സാണ്. ഇതിനുള്ളിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുത്ത് ഇതിനുള്ളിൽ നിന്ന് മാക്സിമം ഫാറ്റ് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നമുക്കൊരു ഈ നമ്മുടെ കൊപ്രയൊക്കെ ആട്ടിയെടുക്കുന്ന ആ ഒരു ഇതുപോലെ കാണാം. അത് തന്നെ സെയിം മെത്തേഡ് തന്നെ. ഒരു പ്രസ് ചെയ്ത് മാക്സിമം ഞെക്കി പിഴിഞ്ഞെടുക്കുക എന്ന് പറയും. ഇതിനുള്ളിലുള്ള മാക്സിമം ഫാറ്റ്, മാക്സിമം മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിനുശേഷം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയിട്ടുള്ള മീറ്റ് കം ബോൺ മീലിന് വേണ്ടിയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഇതിനുള്ളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് വെള്ളം ആദ്യമേ കുക്കറിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞു. രണ്ടാമതായി ഇതിനുള്ളിൽ വരുന്ന മാക്സിമം ഫാറ്റ് കണ്ടന്റ് ഈ ഒരു പ്രസ്സിങ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇല്ലാതാകും. ഇതിനുശേഷം പുറത്തേക്ക് വരുന്ന കേക്ക് ഈ ഒരു കൺവെയർ വഴി അടുത്തൊരു ബിന്നിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഈ ബിന്ന് മീറ്റ് കം ബോൺ മീലിൻ്റെ ഹാമർ മില്ലിൻ്റെ റോ മെറ്റീരിയൽ ബിന്നാണ്. ഇതിൽ നിന്നും ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഈ ഹാമറിനുള്ളിലേക്ക് നമ്മൾ ഈ കേക്ക് കടത്തിവിടുന്നു. ഈ ഹാമറിൽ 2 mm വരെയുള്ള തിക്നെസ്സിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ ഈ പൊടിക്ക് അങ്ങനെ തിക്നെസ് ഒക്കെ പ്രത്യേകമായിട്ട് നോക്കണോ? അതെ, അതിൻ്റെ ഫെർട്ടിലൈസർ ക്വാളിറ്റി നോക്കി കഴിയുമ്പോൾ അതിൻ്റെ കണക്ക് ഉണ്ട്, ഇത്ര തിക്നെസ് വേണം എന്നുണ്ട്. അതുകൊണ്ട് അത് നോക്കിയാണ് നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്നത്. ഇതിനുശേഷം ഈ കാണുന്ന സ്ക്രൂ കൺവെയർ വഴി അടുത്തൊരു ബിന്നിൽ ഇത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സ്റ്റോർ ചെയ്തതിന് ശേഷം 50 കിലോ ചാക്കിൽ നമ്മൾ ബാഗിൽ പാക്ക് ചെയ്യുന്നു. പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇത് 50 കിലോ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്, അല്ല ചെറിയ പാക്കറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ? അല്ല, 50 കിലോ മാത്രമല്ല, ചെറിയ പാക്കറ്റായിട്ട് 1 കിലോ, 2 കിലോ, 5 കിലോ അങ്ങനെ നമുക്ക് ലഭ്യമാണ്. പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അടുത്ത എനിക്ക് അറിയേണ്ടത് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ എത്രമാത്രം ഇതിന്റെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും? ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും 2 രീതിയിലുള്ള ഉപയോഗമാണ് ഈ മീറ്റ് കം ബോൺ മീൽ MBMന് ഉള്ളത്. ഒന്ന് വളമായി ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നു. രണ്ടാമത്തത് ഫീഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്. ഫീഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റിൽ ഫീഡ്, പോൾട്രി ഫീഡ് തുടങ്ങിയ മൃഗങ്ങൾക്കുള്ള ഫീഡ്. ആ ഒരു ഫീഡ് വേണ്ടിയിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. വളമായിട്ട് ഉപയോഗിക്കുന്നതിനായി ഇതിൽ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവ വളരെ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നൈട്രജൻ ഇതിൽ ഏകദേശം 7% മുകളിലും ഫോസ്ഫറസ് 18% മുകളിലും ഇതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാൽസ്യം മുതലായ ധാതു ലവണങ്ങൾ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ കർഷകർ ഇത് വളരെയധികം പ്രിഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഉപയോഗിക്കുന്നത് പെറ്റ് ഫുഡ്, പോൾട്രി ഫീഡ് തുടങ്ങിയ ഫീഡുകളിൽ സപ്ലിമെൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏകദേശം 48% മുകളിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ട്. ഈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഈ ഫീഡുകളിലും പെറ്റ് ഫുഡുകളിലും മികച്ച ഒരു പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതിനുള്ളിൽ മറ്റ് കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇത് എല്ലാം സോഫ്റ്റ് ടിഷ്യൂസും കൂടി ഉള്ളതായതുകൊണ്ട് ധാരാളം ധാതു ലവണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് മണ്ണിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോയിലാണ് ആഗീകരണം ചെയ്യുന്നത്. അതിനാൽ തന്നെ മാക്സിമം അബ്സോർപ്ഷൻ നടക്കുകയും കാലങ്ങളോളം ഇത് മണ്ണിൽ ഒരു പോഷക സമ്പുഷ്ടമായി നിലനിൽക്കുകയും ചെയ്യും. ഇത് കരുത്തുറ്റ വേര്, തണ്ട്, ഇല, അതുപോലെ തന്നെ ഇതിൻ്റെ ഫലം എന്താണോ അത് ധാരാളമായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. സാധാരണ രീതിയിൽ മറ്റുള്ള കമ്പനികൾ ഇതേ രീതിയിൽ തന്നെയാണോ ചെയ്തെടുക്കുന്നത്? മറ്റുള്ള എല്ലാ കമ്പനികളും ഇതേ രീതിയിലല്ല ചെയ്തെടുക്കുന്നത്. സ്റ്റീം റെൻഡറിങ് ചെയ്യുന്ന കമ്പനികൾ മാത്രമേ ഇതേ രീതിയിൽ വരുന്നുള്ളൂ. അല്ലാതുള്ള മറ്റ് സെപ്പറേഷൻ മെത്തേഡുകൾ നമ്മുടെ നാട്ടിൽ പല കമ്പനികളും ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ ഇതേപോലെ കറക്റ്റ് ഒരു പൊടി രൂപത്തിൽ തന്നെ ഈ പറയുന്ന സൈസൊക്കെ ആയിരിക്കുമോ അവിടെ ചെയ്ത് കിട്ടുന്നത്, പുറത്തേക്ക് വരുന്നത്? അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അത് തന്നെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇതൊരു ഫെർട്ടിലൈസർ പർപ്പസിന് അല്ലെങ്കിൽ ഫീഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി ആയിരിക്കില്ല ഇത് റെൻഡർ ചെയ്യുന്നത്. ഈ പല കമ്പനികളും ചെയ്യുന്നത് പല സെപ്പറേഷൻ മെത്തേഡുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. സെപ്പറേഷൻ മെത്തേഡ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റ് പല ഉപോൽപ്പന്നങ്ങൾ, അതായത് കാൽസ്യം ഫോസ്ഫേറ്റ്, ഫോസ്ഫോറിക് ആസിഡ്, അതുപോലെ തന്നെ കൊളാജൻ ബേസ്ഡ് ആയിട്ടുള്ള ജെലാറ്റിൻ, ഗ്ലൂ, ഇതെല്ലാം വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് തുടങ്ങിയ ആസിഡുകൾ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള പല മിനറൽസും പല ബൈ പ്രോഡക്ട്സും അവരെടുക്കും. അതിനുശേഷം ബാക്കി വരുന്നതാണ് നമുക്ക് ഫെർട്ടിലൈസറായിട്ട് പുറത്തേക്ക് വരുന്നത്. പറഞ്ഞ അത്രയും ഗുണങ്ങൾ ചിലപ്പോൾ അതിൽ ഉണ്ടാവുകയില്ല. അത് മാത്രമല്ല, ആസിഡ് സെപ്പറേഷൻ ആയതുകൊണ്ട് ഇതിനുള്ളിൽ അസിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ആസിഡ് കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കുകയും ചെയ്യും. അത് മണ്ണിന് വളരെ ദോഷകരമായിട്ട് ഭവിക്കും. അസിഡിറ്റി ഭയങ്കരമായിട്ട് കൂടും. അത് മാത്രമല്ല, ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലം കിട്ടുകയില്ല. പിന്നെ ഇതുപോലെ പൊടി ആയിരിക്കത്തില്ല, അത് കാണുമ്പോൾ തന്നെ ചെറിയ ചെറിയ പീസുകളായിരിക്കും എല്ല് വരുന്നത്. ചെറിയ ചെറിയ പീസുകളായിട്ട് വരും. ഇത് മണ്ണിൽ കറക്റ്റായിട്ട് ലയിക്കുകയും സസ്യങ്ങൾക്ക് വേണ്ട ധാതു ലവണങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും.
ഇവിടെ എന്നെ അതിശയപ്പെടുത്തിയ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ഞാനിവിടെ റെൻഡറിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷൂട്ടിന് വരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര സ്മെല്ലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു സ്മെല്ലായിരിക്കും, 1-2 മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇതിനുള്ളിൽ കയറാൻ പറ്റുന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് മാസ്കിൻ്റെ പോലും ആവശ്യമില്ല. അത്രയും സ്മെല്ലോ പ്രശ്നങ്ങളോ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? നമുക്ക് പ്രത്യേകം ഒരു ടെക്നിക്ക് ഒന്നും ഇതിനില്ല. ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോസസ്സ് കഴിഞ്ഞ് കൃത്യമായി വാഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിന്ന് സ്മെല്ല് വരാൻ സാധ്യതയുള്ളത് ഇതിൽ നിന്ന് എക്സോസ്റ്റ് ചെയ്ത് കുക്കിങ്ങിന് ശേഷം എക്സോസ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സ്റ്റീമിൽ നിന്നാണ് ഇതിനുള്ള സ്മെല്ല് വരാൻ സാധ്യതയുള്ളത്. ഈ സ്മെല്ല് പോകുന്നതിന് വേണ്ടി ഈ ജനറേറ്റ് ചെയ്ത സ്റ്റീം നമ്മൾ ഒരു കൂളിംഗ് ടവറിലേക്ക് കൊണ്ടുവരികയും കൂളിംഗ് ടവറിൽ കൊണ്ടുവന്ന് തണുപ്പിച്ച് ഇത് വെള്ളമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിന് ശേഷം ഒരു ബയോ ബെഡ് പ്രത്യേകമായി നമ്മൾ സജ്ജീകരിച്ച ഒരു ബയോ ബെഡിലേക്കാണ് നമ്മളിത് ഒഴുക്കുന്നത്. ഈ ബയോ ബെഡിൽ പല ലെയറായിട്ട് നെല്ല്, ചകിരി, കരി, കല്ല്, സാൻഡ് ഫിൽട്ടർ, ഇങ്ങനെ പല ഫിൽട്ടറുള്ള ഒരു ബയോ ബെഡിലേക്കാണ് നമ്മൾ ഒഴുക്കി വിടുന്നത്. ഈ ബയോ ബെഡിനുള്ളിലൂടെ പോയി കഴിയുമ്പോൾ സ്മെല്ല് ഇല്ലാതാകുന്നു. അതിനുശേഷം പുറത്തേക്ക് വെള്ളം മാത്രമായിട്ടേ വരികയുള്ളൂ. ഈ വെള്ളം നേരെ ETPയിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെയുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എവിടെ ഇത് അവൈലബിൾ ആണെന്നുള്ളത്, എവിടെയൊക്കെ ഇത് കിട്ടും എന്നുള്ളത്, അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? കേരളത്തിലുള്ള MBയുടെ എല്ലാ നേരിട്ടുള്ള വിപണനശാലകളിലും ഈ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? നമ്മുടെ പ്രൊഡക്റ്റിന്റെ വില കിലോയ്ക്ക് 80 രൂപയായാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റുള്ള കമ്പനികളുടെ വില ഇത്ര വരുന്നുണ്ടോ? അപ്പോൾ ഇല്ല, മറ്റുള്ള പല കമ്പനികൾക്കും വില ഇതിനെ കഴിഞ്ഞും കുറവായിട്ടാണ് വരുന്നത്. പക്ഷേ ഈ പല കമ്പനികളുടെയും പ്രൊഡക്റ്റുകൾ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ചെയ്ത പ്രൊഡക്റ്റുകളാണ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇതുപോലെ ഒരു പൗഡർ ഫോം ആയിരിക്കത്തില്ല. അത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. ഇതിനെക്കുറിച്ച് അറിയാവുന്ന കർഷകർ തീർച്ചയായും MBയിൽ തന്നെ, അതാണ് ഈ കാണുന്ന ഡിമാൻഡിൻ്റെ ഏറ്റവും പ്രധാന കാരണവും. ഇതിനെക്കുറിച്ച് അറിയാവുന്ന കർഷകർ ഇവിടെ വന്ന് ഈ കൂടിയ വിലയ്ക്ക് വാങ്ങിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെങ്കിലും ഈ ഉൽപ്പന്നം ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, പല കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ 1 കിലോ ഇടുന്ന സ്ഥാനത്ത് ഇതൊരു 300 ഗ്രാം ഇട്ടാൽ മതിയാവും. സോ കോസ്റ്റ് എഫക്റ്റീവാണ്. ഇത്രയാണ് MBയുടെ റെൻഡറിംഗ് പ്ലാന്റിന്റെ വിശേഷങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലുപൊടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മായവും ചേർക്കാതെ, ഒരു എക്സ്ട്രാ ചേരുവ ഒന്നും ചേർക്കാത്ത രീതിയിൽ തന്നെ കറക്റ്റ് ഏത് രീതിയിലാണ് ഇത് പ്രോസസ് ചെയ്യേണ്ടത് അതേ രീതിയിൽ തന്നെ പ്രോസസ് ചെയ്തിട്ടാണ് ഈ എല്ലുപൊടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ തൈകൾക്കൊക്കെ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ എല്ലുപൊടിയൊക്കെ, അല്ലേ? അത് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആ ഒരു റിസൾട്ട് തരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ പ്രോസസ് ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കമ്പനിയുടെ തന്നെ ഡയറക്റ്റ് ഔട്ട്ലെറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയും ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും വിളിക്കാം കേട്ടോ. അതേപോലെ കസ്റ്റമേഴ്സിനും നമുക്ക് ഡയറക്റ്റ് വിളിക്കാനുള്ള ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്. വിളിക്കാം. അതിനുള്ള നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.